ഭീകരാക്രമണം ഉണ്ടായതിനു പിന്നാലെ ആളും ആരവും ഒഴിഞ്ഞ പെഹൽഗാം സിറ്റിയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കുറച്ച് മാധ്യമപ്രവർത്തകരും ചില സൈനികരും ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ആരും ഈ പെഹൽഗാം സിറ്റിയിൽ ഇല്ല. പക്ഷേ ഈ ഭീകരാക്രമണം ഉണ്ടാകുന്ന തൊട്ട് മുൻപ് തന്നെ ഇതായിരുന്നില്ല ഈ സിറ്റിയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ദിവസേന വരുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്ക്. ഈ കാണുന്നതെല്ലാം ഹോട്ടലുകളാണ്. ഈ ഹോട്ടലുകൾ നിറച്ചും ബുക്കിങ്ങുകൾ, ആളുകൾ, വിനോദസഞ്ചാരികൾ, വാഹനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന സിറ്റിയാണ്. പക്ഷേ ഭീകരാക്രമണം വളരെ പ്രതികൂലമായി ഈ സിറ്റിയെ ബാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് നിലവിൽ ആരും വരാത്ത സാഹചര്യമാണ് ഉള്ളത്. ആളുകൾ ആരും തന്നെ എത്തുന്നില്ല. വലിയ സുരക്ഷാ വലയം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് മാധ്യമപ്രവർത്തകരും ഇവിടുത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് എത്തുകയും ചെയ്യുന്നുണ്ട്. पहला ये सिटी का स्थिति क्या था भाई? ये बिल्कुल ठीक था, यहाँ पर बिल्कुल ठीक था, यहाँ पर कोई परेशानी नहीं थी. अब ये इंसिडेंट हो गया तो इसको क्या कर सकते हैं. अभी टूरिस्ट कम नहीं आता भी नहीं है. अभी 2-3 दिन से जब से इंसिडेंट हो गया तो टूरिस्ट बहुत कम है. कम नहीं, यहाँ पर पहलगाम नहीं आती है, बाकी जगहों पे तो टूरिस्ट है, इधर पहलगाम थोड़ा कम ही आते हैं. आदमियों की लाइफ में कैसा अफेक्ट किया? ये तो हमारे लिए बहुत मुश्किल वाली बात है, क्योंकि कश्मीर जो है टूरिज़्म पे डिपेंड है. कश्मीर 75% जो टूरिज़्म पे है, इसीलिए तो यहाँ पर इंसिडेंट हुआ. इसकी तो बहुत परेशान भी है हम. तो हम टैक्सी ड्राइवर है, यहाँ के टैक्सी ड्राइवर हैं, हम भी परेशान हैं, क्योंकि हमारा जो काम वाम है वो ख़त्म हो गया सारा, क्योंकि टूरिस्ट अभी भागने लगे हैं वापस. उसके लिए वो परेशान है, हम भी परेशान है, क्योंकि वो फिर से वापस आने चाहिए तो यहाँ पर फिर से काम उठेगा, सब कुछ उठेगा. എന്താണെങ്കിലും ടൂറിസ്റ്റുകൾ എത്താത്തത് വലിയ തരത്തിൽ പെഹൽഗാമിലെ ആളുകളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. കാരണം നമുക്ക് കാണുന്ന ഈ ഹോട്ടലുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഇപ്പോൾ ആളുകളില്ല, ഇവിടെ ബിസിനസ്സുകൾ നടക്കുന്നില്ല. ഓരോ ഹോട്ടലിലും ഒരു ദിവസം 60,000-70,000 രൂപയ്ക്ക് കച്ചവടം നടക്കുമെന്നാണ് ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരാൾ പോലും എത്താതെ ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഒരു സമൂഹത്തിന്, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൻ്റെ മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. കേരളം അടക്കമുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ നിരവധി ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ വെക്കേഷൻ ടൈം കൂടി ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ വിനോദസഞ്ചാരത്തിന് ഇങ്ങോട്ട് ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ആ ബുക്കിംഗ് ഒക്കെ ക്യാൻസൽ ആവുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവിടുത്തെ ഓരോ ടൂറിസ്റ്റ് ഗൈഡുകളിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ലഭിക്കുന്നത്. എന്താണെങ്കിലും പെഹൽഗാം സിറ്റിക്ക് വലിയ തിരിച്ചടിയാണ് ഈ ഭീകര ആക്രമണം ഉണ്ടാക്കിയത്. അത് വരും ദിവസങ്ങളിലും പെട്ടെന്നൊന്നും ഈ മാറ്റത്തിലേക്ക് പോകും എന്ന് നമ്മൾ കരുതുന്നില്ല. കാരണം ആൾക്ക് എത്തുന്നതിനൊരു ഭീതിയുണ്ട്. അത് മാത്രമല്ല സൈനിക മറ്റ് സുരക്ഷാ വലയങ്ങളൊക്കെ ഇവിടെ ശക്തമായി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേ ആക്രമണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്, അത്തരം നടപടികളൊക്കെ നടക്കുന്നുണ്ട്. എന്താണെങ്കിലും പെഹൽഗാം സിറ്റി വളരെ വിജനമാണ്. കുറച്ച് മാധ്യമപ്രവർത്തകരും ഇവിടെ ജോലിയില്ലാത്ത കുറച്ച് ടാക്സി തൊഴിലാളികളും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ടാക്സി തൊഴിലാളികൾക്ക് നേരത്തെ വലിയ തരത്തിൽ ഓട്ടം ഉണ്ടായിരുന്നവരാണ്. കാരണം ടൂറിസ്റ്റുകൾ വരുമ്പോൾ വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും അത്തരത്തിൽ ഹോട്ടലുകൾ എത്തിക്കുന്നതൊക്കെ ഇവരായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരുടെ ജീവിതത്തെയും ഇത് പ്രതികൂലമായി തന്നെ ബാധിച്ച സാഹചര്യമാണ് ഇവിടെയുള്ളത്. ആളുകൾ വലിയ ദുഃഖത്തിലും അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിരാശയിലുമാണ് ഉള്ളത് എന്ന് വേണം പറയാൻ. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ പെഹൽഗാം.